അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി അടുത്ത പാട്ട്. ക്യാൻ ദർ ബി ട്രൂത്ത് ഔട്ട്സൈഡ് ഫോർ മദാഹിബ് അല്ലേ? ഈ 4 മദ്ഹബിൻ്റെ പിന്നെ ഔട്ട്സൈഡായിട്ട് നമുക്ക് അവിടെ ഔട്ട്സൈഡിൽ പുറത്ത് നിന്നുണ്ടോ ട്രൂത്ത് കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ഓക്കെ. The four madhahib in Sunni Islam are intellectual accomplishment that any Sunni Muslim should feel proud of. അല്ലേ? 4 മദ്ഹബ്, ആ 4 മദ്ഹബിനെ കുറിച്ച് ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള അക്കംപ്ലിഷ്മെൻ്റ് ആണ് അല്ലേ? ഒരു ചിന്താപരമായിട്ടുള്ള ഒരു നേട്ടമാണ്, അതെല്ലാവരും അഭിമാനിക്കുന്ന സംഭവമാണ്. The thousands of scholars contribute to the interdisciplinary and transgenerational efforts to production of this intellectual wonders. ഈ ഒരു ചിന്താപരമായിട്ടുള്ള ഉൽപ്പന്നം നേടിയെടുക്കുന്നതിൽ പണ്ഡിതന്മാരൊക്കെ ഒരുപാട് ആയിരക്കണക്കിന് പണ്ഡിതന്മാർ പങ്കുവഹിച്ചിട്ടുണ്ട്. ഓക്കെ. Their authority and our need for them as clear as the sun in the middle of the summer day, as the Arabic proverb goes. അല്ലേ? ഇതിൻ്റെ ഒരു അതോറിറ്റി അല്ലേ, അതിൻ്റെ ഒരു ആധികാരികതയൊക്കെ എന്താണ്? സൂര്യന് നട്ടുച്ചയ്ക്ക് അന്തരീക്ഷത്തിൽ ഒരു പ്രോവർബാണ്. അതായത് സൂര്യൻ നട്ടുച്ചയ്ക്ക് ആകാശത്തുള്ള എത്ര ക്ലിയറാണ് അതുപോലെ ക്ലിയറാണ്, അത് വ്യക്തമാണെന്നർത്ഥം, പകൽ പോലെ വ്യക്തമാണെന്നർത്ഥം. ഓക്കെ. അപ്പോൾ മദാഹിബൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, അതിന് ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉണ്ട്, അതിൻ്റെ അതോറിറ്റിക്ക് ഒരു സംശയവുമില്ല എന്ന് തുടങ്ങിയിട്ടാണ് ചില കാര്യങ്ങൾ എന്ന ആമുഖത്തോടു കൂടി എന്നെ ചില കാര്യങ്ങൾ പറയാം. It is also a recommendation of the vast majority of Muslim scholars that students of knowledge first instructed in one of the 4 schools. അല്ലേ? അപ്പോൾ ത്വാലിബുൽ ഇൽമാകുന്ന സമയത്ത് ബിദായത്തി എൻ്റെ തുടക്ക കാലഘട്ടത്തിൽ എന്തായിരിക്കണം? ഈ ഒരു 4 മദ്ഹബിനെ അംഗീകരിക്കുന്നവരായിരിക്കണം, അതിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കണം. One may also add that the truth does not deviate from the positions of the 4 madhahib except very rarely. അല്ലേ? വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടല്ലാതെ 4 മദ്ഹബിന് അപ്പുറമായിട്ട് എന്ത് വന്നിട്ടില്ല? ട്രൂത്ത് ഇല്ല എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഓക്കെ. ഇബ്നു തൈമിയ പറയുന്നത്, as for one who says I am not bound by any one of their imams, if he mean ഒരാൾ പറയുകയാണ് ഞാൻ ഒരു ഇമാമിനെയും പിന്തുടരൂല, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ പിടിക്കൂല എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? he not bound by a particular one of them as opposed to the rest, then he has spoken well. In fact, this is the correct of the 2 positions. അല്ലേ? It means that he bound by any one of them and that he disagrees with all them, then surely he will be wrong most of the time. അല്ലേ? അതായത് ഞാനൊരു മദ്ഹബ് സ്വീകരിക്കൂല എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ, ഏതെങ്കിലും പെർട്ടിക്കുലറായ 4 മദ്ഹബ് മാത്രം സ്വീകരിക്കൂല എന്ന് പറഞ്ഞാലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മുപ്പയുടെ അഭിപ്രായം കേട്ടോ, ദിസ് ഈസ് ദി കറക്റ്റ് ഓഫ് 2 പൊസിഷൻസ്. എന്നാലോ അതുകൊണ്ട് ഉദ്ദേശിച്ച് ഞാൻ ഒരാളെയും പിന്തുടരൂല, ഒരു മദ്ഹബിനെയോ ഒരാശയത്തെ പെർട്ടിക്കുലറായ 4 അല്ലാതെ വേറൊന്നും പിന്തുടരൂല എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് പിഴച്ചു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് പല സന്ദർഭങ്ങളിൽ പിഴച്ചു പോകുന്നതാണ് പറഞ്ഞത്. അപ്പോൾ പെർട്ടിക്കുലറായ സാധനം പിന്തുടർന്നിട്ടില്ലെങ്കിലും ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു സാധനം പിന്തുടരണം, അല്ലെങ്കിൽ പിഴച്ചു പോകും എന്നാണ് പറയുന്നത്. This is because the truth does not diverge from their position in vast majority of the laws of Sharia. അല്ലേ? അപ്പോൾ ശരിയൻ്റെ നിയമങ്ങളിൽ ഒരിക്കലും ട്രൂത്ത് യാഥാർത്ഥ്യങ്ങൾ ഇവരിൽ നിന്ന് തെറ്റിപ്പോവാൻ സാധ്യതയില്ല. People only disagree whether the truth could be different from their position in few cases. അല്ലേ? ഡിസഗ്രി ചെയ്യുന്ന എപ്പോഴാണ്? ചില സന്ദർഭങ്ങളിൽ ആളുകൾക്ക് ചില സന്ദർഭങ്ങളിൽ എന്താണ് ട്രൂത്ത് ഫാക്റ്റ് അതിനോട് എതിരാവുന്ന സമയത്താണ് ചില ആളുകൾ ഡിസഗ്രി ചെയ്യുന്നത്, അതിനോട് എതിരാവുന്നത് നടത്തും. ഓക്കെ. Any attempt to belittle all, some or any of 4 madhahib is assault against the ummah and its heritage. അല്ലേ? എന്താണ് നമ്മുടെ മദ്ഹബിന് ഏതെങ്കിലും ഒരർത്ഥത്തിൽ എന്ത് ചെയ്യാം? ബീലിറ്റിൽ ചെയ്യുക, ചെറുതാക്കാന്ന് പറഞ്ഞാൽ ചെറിയ അളവിലാണെങ്കിലും വലിയ അളവിലാണെങ്കിലും എല്ലാ അളവിലാകുന്നത് ഉമ്മത്തിൻ്റെ സൗൾട്ട് അഗെയിൻസ്റ്റ് ദി ഉമ്മ ആൻഡ് ഇറ്റ്സ് ഹെറിറ്റേജ്, ഉമ്മത്തിൻ്റെയും അതിൻ്റെ തുറാസിനോടുള്ള ഒരു അക്രമമാണ്. അല്ലേ? അപ്പോൾ ഒരു നിലക്ക് നമ്മൾ എന്താക്കിയത്? മദ്ഹബുകളെ ബിലിറ്റിൽ ചെയ്യാൻ പാടില്ല. However, having a balanced understanding regarding them is essential. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒരു ബാലൻസ്ഡ് അണ്ടർസ്റ്റാൻഡിങ്, അൽ ഫഹുമുൽ മുത്തവാസിൻ ആവശ്യമുണ്ട്. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അല്ലെ ഒരു സന്തുലിതമായിട്ടുള്ള
എന്താവശ്യമുണ്ട്, ഒരു മനസ്സിലാക്കൽ ആവശ്യമുണ്ട്. എന്നിട്ട് പറയുകയാണെന്ത്, ഉമ്മത്തൊരിക്കലും എക്സ്ട്രീംസ് നയങ്ങളിലേക്ക്, അതായത് ഒരു മദ്ഹബിന് ആൻറ്റി മദ്ഹബിസമില്ല, മദ്ഹബിനെ പിന്തുടരാത്തൊരു നയത്തൊന്നും ഉമ്മത്തൊരിക്കലും അംഗീകരിക്കുകയില്ല. അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് ദി കോസ് ഓഫ് ഓൾ ദി എലമെൻറ്റ്സ് ഓഫ് അവർ ഉമ്മ, അല്ലേ, ആസ് ദി സം ഐഡിയോളജീസ് ഓൺ ദി ഓപ്പോസിറ്റ് എൻഡ് ഓഫ് ദി സ്പെക്ട്രം ലൈക്ക് ടു ബിലീവ്, അല്ലേ. അതായത് ഒരു ആൻറ്റി മദ്ഹബിസമാണ് എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം എന്നൊന്നും പറയാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നാലാലൊരു മദ്ഹബ് സ്വീകരിക്കണം, മദ്ഹബ് അങ്ങനെ തന്നെയാണ്. പക്ഷേ എല്ലാ മദ്ഹബിയ എന്ന ആശയം തെറ്റാണ്. അതോടൊപ്പം തന്നെ എന്താണ്, നാലാലൊരു മദ്ഹബ് സ്വീകരിക്കാത്തതാണ് ഇന്നത്തെ ആളുകളുടെ ആവശ്യങ്ങൾക്കും മറ്റും അനുസരിച്ച് നിയമങ്ങളോ ഫത്തുകളോ വരാത്തതിനുള്ള കാരണം എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം മദ്ഹബിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, മദ്ഹബ് ഉണ്ടായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആഫ്റ്റർ ഓൾ, ഹൂ വുഡ് ഹാവ് ദി ഒഡാസിറ്റി ടു ക്ലെയിം ദാറ്റ് അവർ ഉമ്മ വാസ് ഡൂയിങ് വെൽ ബിഫോർ this new phenomena? This is not only about defeat by external powers but also backwardness, inner conflict and ta'assub, അല്ലേ. അപ്പോൾ മദ്ഹബിൻ ഉണ്ടായിരിക്കുന്ന സമയത്ത് എന്താണ്, മദ്ഹബിന് പുറത്തുള്ള ശത്രുക്കളുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, ഉള്ളിലുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട്. തഅസ്സുബ്, ഭയങ്കരമായിട്ടുള്ള ഒരു മദ്ഹബ് സ്വീകരിക്കുക, ഭയങ്കരമായിട്ടുള്ള ഒരു അതിതീവ്രമായിട്ട് ആ ഒരു മദ്ഹബിനെ സ്വീകരിക്കുക, അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, വധ ഇന്റർ ഡൊമിനേഷണൽ ഓർ ഇന്റർ മതബുകൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ, തഅസ്സുബൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, വെരിഫൈങ് സ്കോളേഴ്സ് കംപ്ലൈൻറ്റ് ഡ്യൂറിങ് ദെയർ ടൈംസ് അബൌട്ട് ദി കണ്ടീഷൻ ഓഫ് ഫിഖ് ആൻഡ് ഫുഖാക്കൾക്ക് കണ്ടീഷനെ കുറിച്ച് പല പണ്ഡിതന്മാരും, അല്ലേ, കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്, പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മദ്ഹബുകൾക്കിടയിലുള്ള സ്റ്റാഗ്നേഷൻ, ഒരുതരം സ്തംഭനാവസ്ഥ ഉണ്ടായിട്ട്, അങ്ങനെ സ്തംഭനാവസ്ഥ ഉള്ളതോടുകൂടി ഫിഖ് രൂപത്തിലും ആളുകളുടെ ആവശ്യം മറ്റൊരു രൂപത്തിലും, അപ്പോൾ ആളുകളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു ഫിഖ് ആവാത്തൊരവസ്ഥ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആളുകളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാണല്ലോ വേണ്ടത്, അതല്ലാത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, കോളനി കാലഘട്ടം, കൊളോണിയൽ എറ, ആ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ആർബിട്രറി ലെജിസ്ലേഷനിലേക്ക് കാര്യങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ട്. അതായത് ഇത്തരം ആർബിട്രറി എന്ന് പറഞ്ഞാൽ തഅസ്സുഫിയ എന്നറിയും, അല്ലേ, ഒരുതരം മേധാവിത്വം ഉള്ള രൂപത്തിലുള്ള ഒരു വിഷയത്തിലേക്ക് പോയി. അപ്പോൾ ആളുകളുടെ ആവശ്യം പരിഗണിക്കാതെ ഉള്ള ഒരു രീതിയിലേക്കൊക്കെ മദ്ഹബിൻ്റെ കാലഘട്ടത്തിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം. Additionally, why is the countries and communities that were not affected by this new phenomena are not faring better than those that were affected, അല്ലേ. അതായത് ഈ ഒരു വിഷയമൊന്നും ബാധിക്കാത്ത ആളുകൾ, അതേപോലത്തെ മറ്റു വിഷയങ്ങളൊന്നും ബാധിക്കാത്ത ആളുകൾ, ഇത് ബാധിച്ച ആളുകൾ, ഇതിൽ സ്വാധീനം ഉൾക്കൊണ്ട ആളുകൾ മറ്റുള്ളവരെക്കാൾ ഉഷാറായിട്ടൊന്നുമില്ല. അപ്പോൾ മദ്ഹബ് ഇല്ലാത്തതല്ല എല്ലാ പ്രശ്നത്തിൻ്റെയും, മദ്ഹബിയ അല്ല എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം എന്നാണ് പറയുന്നത്. ഹാവിങ് സെഡ് ദാറ്റ് ദിസ് ഈസ് നോട്ട് ഡിസ്കഷൻ ഓഫ് ദി ബട്ട് നമ്മൾ പറയുന്നത് മദ്ഹബിൻ്റെ ഇമ്പോർട്ടൻസിനെയോ അതിൻ്റെ ലെഗസിയെയോ അല്ലെ അതിൻ്റെ തുറാസിനെയോ കുറിച്ചൊന്നല്ല. ഇവിടെ നമ്മൾ പറയുന്നത് ദ ഡിസ്കഷൻ ഹിയർ ഈസ് അബൌട്ട് ദി എക്സിസ്റ്റൻസ് ഓഫ് ട്രൂത്ത് ബിയോണ്ട് വാട്ട് ദേ ഹാവ് അഗ്രീഡ് അപ്പോൾ, അല്ലേ. അവർ യോജിച്ചൊരു കാര്യത്തിനപ്പുറം അതിൻ്റെ വറാദാലിക്ക് എന്തുണ്ടോ, ഫാക്റ്റ് ഉണ്ടോ എന്നാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. ഓക്കെ, an agreement that many Muslim scholars treat as binding consensus. Some scholars have gone as far as claiming that there is consensus that is fear of fatwa, and judging at least no scholar may take a position outside that of the four schools, അല്ലേ. അതായത് 4 സ്കൂൾസിനെതിരെ അതിനതീതമായിട്ടുള്ള പല ഫത്തുകളും പിൽക്കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫാക്റ്റുകൾ, ട്രൂത്തുകൾ ചിലപ്പോൾ എന്തായിട്ടുണ്ട്, ഈ 4 മദ്ഹബിൻ്റെ അപ്പുറത്തുള്ളതും എന്തായിട്ടുണ്ട്, ഫാക്റ്റ് ആയിട്ടുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. ദാറുൽ ഇഫ്ത, മിസ്രിയയിലെ ദാറുൽ ഇഫ്ത, ഈജിപ്ഷ്യൻ ഫത്വ ഏജൻസി, ദിസ് അഗ്രിമെൻറ്റ് ഈസ് സബ്ജക്റ്റ് ടു ചേഞ്ച്, അല്ലേ. അതായത് ഇത്തിഫാക്ക് എന്ന് പറഞ്ഞാൽ, ഉലമാക്കൾക്കിടയിലുള്ള ഇത്തിഫാക്ക് എന്ന് പറഞ്ഞാൽ അത് മാറും, കാലത്തിനനുസരിച്ച് മാറും, ആളുകളുടെ കസ്റ്റം മാറുന്നതിനനുസരിച്ച് മാറും. നമ്മൾ നേരത്തെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞാൽ ഹനഫി മദ്ഹബിലെ, അപ്പോൾ ആളുകളുടെ രീതി, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾക്ക് അനുസരിച്ചൊക്കെ മാറും. ആളുകളുടെ സ്വീകാര്യത, അവരുടെ വിശ്വാസത്തിനനുസരിച്ചൊക്കെ മാറും. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ സബ്ജക്റ്റ് എൻഫോഴ്സ്മെൻറ്റ് ബൈ ദി സ്റ്റേറ്റിൻ്റെ തൻഫീദിലെ കാര്യങ്ങളുടെ നടപ്പിലാക്കുന്ന രീതി അനുസരിച്ചൊക്കെ മാറും. ഓക്കെ,
അപ്പം ഈ സംഭവങ്ങൾ എന്നൊക്കെ പറയുന്നത് ഓരോ കാലഘട്ടത്തിൽ പ്രൊസീജിയർ ഡിസിഷനാണ്, ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള ചില നടപടിക്രമങ്ങളാണ്. ഓക്കെ. What is not anyway a binding consensus that most indefinitely abide by അല്ലേ? പിന്നെ എന്തല്ല അത് അമ്ര കളായി അല്ല, എന്നൊന്നും എല്ലാ നിലക്കും എന്നും അംഗീകരിക്കേണ്ട സാധനങ്ങളൊന്നും അല്ല എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ. പിന്നെ ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ഇവിടെ ഒരു കാര്യം കൂടി നമുക്ക് നോട്ട് ചെയ്യണം. ഏതാണ്? ഡിസഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദി ഏർലിയർ സ്കോളേഴ്സ് വാസ് നോട്ട് അബൌട്ട് ദി ഒബ്ലിഗേഷൻ ഫോർ എ മുജ്തഹിദ് to follow the opinion of other മുജ്തഹിദ് but about its permissibility. അല്ലേ? ഒരു മുജ്തഹിദ് നിർബന്ധമായിട്ട് മറ്റൊരു മുജ്തഹിദ് അംഗീകരിക്കണം എന്ന വിഷയത്തിൽ ചർച്ച തന്നെ ചെയ്യില്ല. അത് നിർബന്ധമായിട്ട് മുമ്പ് അംഗീകരിക്കണമെന്നതിൽ ചർച്ചയല്ല, അത് പറ്റുമെന്നുള്ളതിലാണ് ചർച്ച. അപ്പോൾ ഒരു മുജ്തഹിദാണെങ്കിൽ മറ്റു മുമ്പുള്ള ആളുകളെ പുറാത്തത്തിൽ അംഗീകരിച്ച് ഇങ്ങനെ പോരണം എന്ന വിഷയത്തിൽ ചർച്ച തന്നെയില്ല. പിന്നെ ചർച്ച എന്താണ്? മുമ്പുള്ള ആളെ നേരെ അംഗീകരിക്കാൻ പറ്റുമോ, അത് ജായിസാണെന്ന വിഷയത്തിലാണ് ചർച്ച. അപ്പോൾ നമ്മൾ ഈ ഒരാളുടെ നേരെ മറ്റാൾ സ്വീകരിക്കുക എന്നതിനപ്പുറം ഇയാൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും കണ്ടെത്തുക. മനസ്സിലായില്ലേ? ഓരോ കാലഘട്ടത്തിനും ഇതിനനുസരിച്ച് എക്സ്ട്രാ എന്തെങ്കിലും പറയാം എന്നിടത്താണ് ചർച്ച നടക്കുന്നത്. നേരെ അങ്ങോട്ട് സ്വീകരിക്കുക എന്ന വിഷയത്തിൽ മാത്രമൊന്നുമല്ല. ഇപ്പോൾ അബു ഹനീഫ ഇമാം പറയുന്നത് അങ്ങനെ പിന്നെ ഒരാളെ പിന്നെ നേരെ പിന്തുടരാൻ പറ്റും. ഷാഫി ഇമാം പറയുന്നത് നേരെ പ്രൊഹിബിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു മുജ്തഹിദിൻ്റെ ഇജ്തിഹാദ് ചെയ്യുന്ന സമയത്ത് പിന്നെ ശേഷം വരുന്ന ആളുകൾ അതിനോടൊക്കെ എന്തായിരിക്കണം? എക്സീഡ് ദാറ്റ് വിച്ച് കുഡ് ബി എവർ എക്വയർഡ് ത്രൂ സം വൺ എൽസ് ചെയ്യാറില്ലേ? മുമ്പ് ചെയ്ത ആളുകളെക്കാൾ ഒന്നുകൂടെ മേലെ ഉള്ളതായിരിക്കണം എന്നാണ് കൂട്ടത്തിൽ കാര്യം. അപ്പോൾ ഈ മദ്ഹബ് എല്ലാത്തതിലും മദ്ഹബിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് മാത്രം നിൽക്കാൻ പറ്റൂ എന്ന വിഷയത്തിലാണ് ഇവിടെ ചർച്ച നടക്കുന്നത് കേട്ടോ. ഇതൊരു പിന്നെ കംപ്ലീറ്റ് ആയിട്ടില്ല, ഇത് കുറച്ച് അധികമുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്. അസ്സലാമു അലൈക്കും.